ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന പാണക്കാട് കുടുംബം. ഹജ്ജിന് പോയതിനാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല. എന്നാൽ പകരം പങ്കെടുക്കേണ്ട അബ്ബാസ് അലി തങ്ങളും കൺവെൻഷന് എത്തിയില്ല. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ അബ്ബാസ് അലി തങ്ങൾ ജില്ലയിലുണ്ടായിട്ടും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. സമീപകാലത്ത് ആദ്യമായാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുക്കാത്ത UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത്. നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് പാണക്കാട് കുടുംബത്തിന്റെ അനൌദ്യോഗിക വിശദീകരണം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അഷ്കർ അലി കരിമ്പ, എന്തുകൊണ്ടാണ് പാണക്കാട്ട് നിന്ന് ആരും ആ വേദിയിലോ അല്ലെങ്കിൽ സദസ്സിലോ ഒരിടത്തും ഉണ്ടാകാതെ പോയത്? ക്ഷണിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ്? സുജിയ, UDFന്റെ കൺവെൻഷനുകൾ, അത് ഏത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണെങ്കിലും, ഇനി UDF സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചാൽ അതിൻ്റെ ആഘോഷ ചടങ്ങുകളാണെങ്കിലും അതിലൊക്കെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മുഖ്യ പാത്രമായി ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് പാണക്കാട് കുടുംബാംഗങ്ങളായിരിക്കും. അത് ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള തങ്ങന്മാർ പങ്കെടുക്കും. ഇനി അവർക്ക് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ പാണക്കാട് കുടുംബത്തിന്റെ പതിവ് ശൈലി അനുസരിച്ച് കുടുംബത്തിൽ തന്നെ പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെയോ ഇല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ തന്നെ അതിൽ പ്രതിനിധികളായി അയക്കുകയും ചെയ്യും. പക്ഷേ UDFന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ കൺവെൻഷനിൽ, ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും വേദിയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ UDFന്റെ സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ ഇങ്ങനൊരു വേദി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലീഗിൽ നിന്നുള്ള പ്രധാന ആളുകൾ തന്നെ പങ്കുവെക്കുന്ന വിവരം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം, നിലവിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിരുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജ് കർമ്മത്തിനായി പോയതിനാൽ വിദേശത്താണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് ആ വേദിയിൽ എത്തേണ്ടിരുന്നത് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. നേരത്തെ വയനാട് പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോഴൊക്കെ തന്നെ ആ പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചെയർമാൻ കൂടി ഈ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അങ്ങനെ ഈ UDFന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിട്ടുള്ള പാണക്കാട് അബ്ബാസ് അലി തങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നും UDFന്റെ ആ വേദിയിലേക്ക് എത്തേണ്ടിരുന്നത്. പക്ഷേ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ഇന്ന് ആ വേദിയിലേക്ക് എത്തിയില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പങ്കെടുക്കാനുള്ള സാധ്യത എന്നുള്ള കാര്യത്തിന് അനൗദ്യോഗികമായി പാണക്കാട് കുടുംബാംഗങ്ങൾ നൽകുന്ന വിശദീകരണം നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ക്ഷണിക്കുന്നതിലടക്കം സംഘാടകർക്ക് വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള ആക്ഷേപമാണ് ലീഗിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ 10 മണിയോടെ മാത്രമാണ് UDFന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന വിവരവും കൺവെൻഷനിൽ RSPയിൽ നിന്ന് അതുപോലെ CMPയിൽ നിന്ന് എല്ലായിടത്തു നിന്നും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വേദിയിൽ ഉണ്ടായിരുന്നു. വേദിയിൽ ഒരു നേതൃബാഹുല്യം തന്നെയായിരുന്നു. അതായത് UDFന്റെ ഒരു കെട്ടുറപ്പ് വ്യക്തമാക്കുന്ന ഒരു വേദിയിലാണ്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ആ വേദിയിൽ എല്ലാവരും തിരയുന്ന മുഖം അത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതാണ്. അദ്ദേഹം ഹജ്ജിന് പോയെങ്കിൽ പകരം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് കുടുംബത്തിൽ തന്നെയുള്ള അബ്ബാസ് അലി തങ്ങൾ ആ വേദിയിലേക്ക് എത്തേണ്ടതാണ്. അബ്ബാസ് അലി തങ്ങളെ ഈ ആര്യാടൻ ഷൗക്കത്ത് നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്തതാണ്. പാണക്കാട്ട് പോയി അവർ അവിടെ ഊഷ്മളമായ സൗഹൃദം പങ്കിടുകയും ഈന്തപ്പഴമൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്തതുമാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് അബ്ബാസ് അലി തങ്ങൾ എത്തിയില്ല? അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് കിട്ടുന്ന മറുപടി? അല്ലെങ്കിൽ പാണക്കാട്ടെ മറ്റേതെങ്കിലും കുടുംബാംഗം എത്താതെ പോയത് എന്തുകൊണ്ടാണ്? സുജ, ഈ ക്ഷണിക്കുന്നതിലുണ്ടായ ചില വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ലീഗിനകത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്ന വിമർശനം. പ്രത്യേകിച്ച് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ പദവിയടക്കം വഹിക്കേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. നിർബന്ധമായും ആ വേദിയിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നു. പക്ഷേ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടും ജില്ലയിലെ ചെമ്മാടക്കമുള്ള ജില്ലയിലുള്ള വിവിധ പരിപാടികൾ പങ്കെടുത്തിട്ടും UDFിൽ ഏറ്റവും അതിനിർണായകമായ അതിപ്രധാനമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും ആദ്യഘട്ടത്തെ UDFന്റെ ശക്തി തെളിയിക്കുന്ന പ്രചാരണ പരിപാടിയിലേക്ക് എത്തേണ്ടിയിരുന്ന അബ്ബാസ് അലി തങ്ങൾ ആ വേദിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ സമദ് സമദാനി, PMS സലാം, MK മുന്നിലടക്കം മുസ്ലിം ലീഗിന്റെ നീണ്ട നേതൃത്വ തന്നെ ആ വേദിയിലുണ്ടായിരുന്നു. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റു ഘടകകക്ഷികളുടെയും നീണ്ട നേതൃത്വ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ അടക്കം ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അത്രയും സുപ്രധാനമായ ഒരു പരിപാടിയിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന
നടക്കുന്ന ഒരു പരിപാടിയായിട്ട് പോലും പാണക്കാട് കുടുംബത്തിൽ നിന്നുമുള്ള ആരും ആ വേദിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അത് അന്വേഷിക്കുമ്പോൾ അനൗദ്യോഗികമായി പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരം ഞങ്ങൾക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ ഒരു ആ വാക്കുകൾ ചില വിലക്കെടുക്കുന്ന നമുക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം പാണക്കാട് കുടുംബാംഗങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ അതിൽ പ്രതിനിധികളെ പകരം അയക്കുക എന്നുള്ളതാണ് പാണക്കാട് കുടുംബത്തിന്റെ ശൈലി.